Sir, one more question. Why is commandos for this investigation? Certain people are destined to do certain things. Anyway, I am not interested to talk to the press at this moment of time. Boys, ask Major Deepak to arrange a briefing immediately. I'll change and come. Take care, sir. Jai Hind. Well, സർവീസിൽ ഞാൻ സീനിയർ ആണെങ്കിലും കേണൽ വിജയുടെ നിർദ്ദേശപ്രകാരം now onwards you are the operational commander, so take on. Thank you, sir. Sit down, boys. എല്ലാരും ഉണ്ടല്ലോ. ശ്യാമി അഭിയാൻ. ഓക്കെ ബോയ്സ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് അവരെ പിടിക്കാനാണ്, കൊല്ലാനല്ല. ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ LTT ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുക, അതാണ് അവരുടെ രീതി. We are trained to kill and they are also trained to kill. പക്ഷേ അവര് മരിക്കാൻ കൂടെ ട്രെയിൻഡ് ആണ്, അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. So this is their suicide weapon, cyanide capsules. അതുകൊണ്ടാണ് CBI പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത്. ഇത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടമാണ്. പിടിക്കപ്പെടുന്ന മോമെന്റിൽ ഇത് കടിച്ചു പൊട്ടിച്ച് വായിക്കകത്തുണ്ടാകുന്ന മുറിവിലൂടെ അതിവേഗം സൈനൈഡ് ബ്രെയിനെ ഡെഡാക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു ഓപ്ഷൻ. സാബ്ജി, സൈനൈഡ് നാവിൽ വെക്കുമ്പോൾ തന്നെ സഡൻ ഡെത്ത് അല്ലേ, പിന്നെ നമ്മൾ അവരെങ്ങനെ ജീവനോട് പിടിക്കും? ഡോക്ടർ, യു ഗോട്ട് ദി ആന്റിഡോട്ട് വിത്ത് യു? യെസ് മേജർ. Then explain it. ഇതാണ് ആന്റിഡോട്ട്. സൈനൈഡ് കഴിച്ച ആളെ 45 സെക്കൻഡിനുള്ളിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചാൽ രക്ഷപ്പെടുത്താം. So gentlemen, we have got 45 seconds. സൈനൈഡ് കഴിച്ച ഒരുത്തന്റെ മരണത്തിനും നമ്മുടെ വിജയത്തിനും ഇടയ്ക്ക് we have only 45 seconds. ലോകത്ത് ആദ്യമായിട്ടാണ് സൈനൈഡ് കൊണ്ട് നടക്കുന്നവരെ ജീവനോട് പിടിക്കാനുള്ള മിഷൻ കമാൻഡോസിന് കിട്ടുന്നത്. So we should be proud of this operation. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. Even at the cost of our life, we should protect the pride of our country. That's all for the day. And one more thing. There is no uniform in this operation. Get charged. നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ അറിയാവുന്നത്? അവര് താമസിച്ചിരുന്ന വീട് അതാണ് സർ. ആ വീട് ആദ്യം വാടകയ്ക്കെടുത്തത് ഒരു ചെറുപ്പക്കാരിയാ, നളിനി. അവര് അടയാറിലാണ് ജോലി ചെയ്തിരുന്നത്. ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നെന്ന് അറിയാം? അതറിയില്ല സർ. ഇവിടെ വന്നപ്പോ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ താമസിക്കുന്ന എവിടെയാ? അത് പറഞ്ഞിട്ടില്ല സർ. കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടയ്ക്കിടെ വന്നു പോവാറുണ്ടായിരുന്നു. ദാസ് എന്ന അവന്റെ പേര്. ഈ വനിതാ പോലീസിന് അടുത്ത് നിൽക്കുന്നവരാണോ നളിനിയും ദാസും? അല്ല, നളിനി വെളുത്തിട്ടാ. സർ, ഇതാ നളിനി. Who is this? എനിക്കിവരുടെ പേരറിയില്ല. ഈ രണ്ടുപേരും ആ സംഘത്തിലുണ്ടായിരുന്നു. പിന്നെ സാറേ, ആ ജംഗ്ഷനിലെ ദണ്ഡപാണിയുടെ ബൂത്തിൽ നിന്ന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ അവിടെ നിൽക്കായിരുന്നു. പിന്നെ സാറേ, അവരെ കാണിച്ചു തന്ന കുറച്ച് പൈസ കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടു. കാണിച്ചു തന്നാലല്ലേ? 21-ാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന എന്നല്ലേ? സർ, മേരി പറഞ്ഞ ബൂത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ്. ഓക്കെ, അത് ട്രേസ് ചെയ്തിട്ടുണ്ട് സർ. സർ, ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിന്റെ കയ്യിൽ 2 വയർലെസ് കോഡ് ഷീറ്റുകൾ ഉള്ളതായി അവിടുത്തെ മാനേജ്മെന്റ് വിളിച്ചു പറഞ്ഞു. ആ സ്ത്രീ അത് ഒളിപ്പിക്കാൻ വേറെ നേഴ്സിനായി കൊടുത്തതാ. ആ നേഴ്സിന്റെ മകൻ ഭാഗ്യനാഥന് സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സർ. ആ പ്രസ്സിൽ LTTക്ക് വേണ്ടി ബുക്കുകൾ മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഹി ഈസ് എ LTT സിംപൈസർ. ഓക്കെ സർ. பிரஸ் கவுண்டர் நீங்க தானே? ஆமாங்கய்யா, என் பையன் தான். எங்க?
இந்த எல்டிடி பிரிண்டிங் எல்லாம் கான்ட்ராக்டா? அவனுக்கு தான் தெரியும். எங்க அவன்? வெளியே போயிருக்கா. சிவா, ஐ திங்க் ஹி இஸ் நாட் ஹியர். நர்ஸ் வேலையும் பார்த்துட்டு பிரஸ் வேலையும் பார்க்குறீங்களா? இந்த மெஷின் கொஞ்சம் ஆஃப் பண்ணுங்க. പിടിച്ചാ മതി, അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർത്ഥിപൻ സാറിന്റെ പ്രത്യേക ഓർഡർ ഉള്ളതാണ് ഡിഗ്രി എടുക്കേണ്ടതെന്ന്. നോ, ഐ നോ വാട്ട് ഐ ഡു. സാർ നടക്കണം അങ്ങോട്ട്. മിസ്റ്റർ സലീം അലി, യാ. പ്രതികളെ ഓട്ടിച്ചിട്ട് പിടിച്ച യജമാനന്മാരെ ഏൽപ്പിക്കുന്ന പോലീസ് നായ്ക്കളല്ല ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് സൈറ്റ്. വാട്ട് ഹാപ്പൻഡ്? CBI സാറേ, ചെറുവിരലിലും പെരുവിരലിലും ഇടയ്ക്ക് പേന പിടിച്ച് തഴമ്പേ നിങ്ങൾക്കുള്ളൂ. നെഞ്ച AK-47 ചേർത്ത് പിടിച്ച് തഴമ്പുള്ളവരാ ഞങ്ങള്. ആ തഴമ്പിലിട്ട് ചൊറിയല്ലേ. நீ தானா பகநாதன்? ஆமா சார். இவங்க யாரு? அது என் தங்கச்சி நளினி சார். கூட இருக்கிறது சுபா. இது தனு. உண்மையான பேரு அன்பு சார். அப்போ நளினி வீட்டுல அடிக்கடி ஒரு தாசு வந்துட்டு போறேன், அவன் யாரு? அவன் தாஸ் அல்ல, முருகன் சார். அது சரி, அப்படியா? அப்ப இவன் சிவரசு. அவருக்கு ரகுவரன் என்ற பேரோடு இருக்கு. குரூப்பில் எல்லாரும் ரகுவண்ணான்னு கூப்பிடுவாங்க. அப்போ இவங்க எல்லாம் இப்ப எங்க இருக்கு? சிவரசனும் சுபாவும் எங்க இருக்குன்னு தெரியாது சார். ஆனா நளினியும் முருகனும் திருப்பதிக்கு போனாங்க. சிவாஜி, ட்ரை இட் அவுட். ஹலோ. ஆமா சார். ஆமா. ஒரு நிமிஷம் சார். இட்ஸ் கால் ஃப்ரம் ட்ரிச்சி. முருகன் நளினி பத்தி பேசுறாங்க. ஹலோ. நான் உங்க விளம்பரம் பார்த்துட்டேன். நளினி முருகனும் சேர்ந்து நேற்று திருச்சி இருந்து விழுப்புரத்துக்கு பணத்தை போயிருக்காங்க சார். அவங்க அம்மா வீட்டு தான் போயிருக்காங்க. ஆனா இன்னைக்கு விழுப்புரத்துல இருந்து மெட்ராஸுக்கு பஸ் ஏறிட்டாங்க சார். இப்ப வெள்ளுவரமா? സാർ, തിരുപ്പതിയിൽ നിന്ന് അവർ രണ്ടുപേരും നേരെ പോയത് ട്രിച്ചിക്ക, നളിനിയുടെ ഒരു പഴയ ഫ്രണ്ടിന്റെ വീട്ടില്. എന്തോ സംശയം തോന്നിട്ട് അവരവിടെ ഒന്നും മുങ്ങി. അവർ സൈതാപ്പേട്ടിലേക്ക് ബസ് കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ട്രാക്കിംഗ് ടീം വില്ലുപുരത്ത് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. Carry on. രണ്ടുപേരും ഓട്ടോ നമ്പർ TMC 180 കയറിയിട്ടുണ്ട് സാർ.